നമ്മൾക്കിന്നൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിക്കുക. അതും ഒന്ന് ചൂടായി വരുമ്പോൾ 2-3 കഷ്ണം പട്ടയും 5 ഏലക്കയും 5 ഗ്രാമ്പൂവും 1 പട്ടയുടെ ഇലയും ചേർക്കുക. അതും ഒന്ന് പൊട്ടി വരുമ്പോൾ സവോള ചേർക്കുക. ഞാനിവിടെ 5 സവോളയാണ് ചേർക്കുന്നത്. സവോള പെട്ടെന്ന് വഴന്ന് വരാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. സവോള വാടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇതും ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ വെയിറ്റ് ഇടാതെ 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിനുശേഷം കുക്കർ തുറക്കുക. അപ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്നത് കാണാം. അപ്പോൾ അരി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 കപ്പ് അരിയാണ് കുതിർത്ത് കഴുകി മാറ്റി വെച്ചിരുന്നത്. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യമായ ഉപ്പും 2 ടീസ്പൂൺ നെയ്യും കുറച്ച് മല്ലിയിലയും പുതിനയിലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും വെള്ളവും പിന്നെ ഞാൻ ടേസ്റ്റിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ച് ചേർക്കുന്നുണ്ട്. അതിനുശേഷം അതിന് മുകളിലായി കുറച്ച് ഗരം മസാലയും ഇടുന്നുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വിസിൽ വന്നതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുക. ബിരിയാണി റെഡി. ഇതിന് മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും സവോളയും നെയ്യിൽ വറുത്ത് ചേർക്കുക. സൂപ്പർ ടേസ്റ്റി ബിരിയാണി റെഡി. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഞാൻ കുറച്ച് ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.